എൻ്റെ പേര് അബ്ദുൽ മജീദ്, സ്ഥലം തൃശ്ശൂർ. ഞാൻ ഒരു റിട്ടയേർഡ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ 10 വർഷമായി വന്നിട്ട്. അപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ്, മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അതുപ്രകാരം ഞാൻ എല്ലാ വർഷവും റിട്ടയേർഡ് ആയതിനു ശേഷവും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല, എല്ലാം നോർമലായിരുന്നു. ഇക്കൊല്ലം ഒരു പാക്കേജ് എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ ചെറിയൊരു റിമാർക്ക് വന്നു, റൈറ്റ് കിഡ്നി. അതിലൊരു മാസ് ഉണ്ടെന്ന് കാണാൻ പറ്റി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ, സ്പെഷ്യലിസ്റ്റ് യൂറോളജി, പുള്ളി പറഞ്ഞു, ഒരു ഇതിലത്ര ക്ലിയർ ഇല്ല, നിങ്ങളൊരു CT ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ ആ CT എടുക്കാനായിട്ട് ഞാൻ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചു. കാരണം ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ലാതിരുന്നാണല്ല, അതിനത്ര പ്രാധാന്യം ഞാൻ കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈഫിന് കിഡ്നി സ്റ്റോണിനായിട്ട് ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ വന്നതും ഇവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഡോക്ടർ ബിജു സുകുമാരൻ പിള്ള, അദ്ദേഹത്തെ കണ്ടു. അത് വളരെ ക്ലിയറായിട്ട് 2 പ്രാവശ്യമായിട്ട് അത് റിമൂവ് ചെയ്തു. അപ്പം ഇവിടെ പലവട്ടം അവരുടെ കൂടെ വന്നപ്പോൾ ഇവിടെ എനിക്കറിയാൻ കഴിഞ്ഞു, CT സ്കാനിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇവിടെ സീനിയർ സിറ്റിസന് 25% ഇളവുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ CT ഇവിടെ നിന്ന് ചെയ്തു. അപ്പോൾ CD എല്ലാം കിട്ടി. അപ്പോൾ CT ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ യൂറോളജിസ്റ്റിനെ കാണാൻ എൻ്റെ മനസ്സ് പറഞ്ഞ പ്രകാരം ഞാൻ ഡോക്ടർ ബിജു സുകുമാരൻ പിള്ള സാറിനെ കണ്ടു. അപ്പോൾ കൂടെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിവരങ്ങൾ പറഞ്ഞു. ഇതേപോലെ എല്ലാ വർഷം ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇത്തവണ ചെയ്തതിൽ ഇതേപോലെ ഒരു ചെറിയ മാസ് റൈറ്റ് കിഡ്നിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ CT ചെയ്തപ്പോൾ അതിൻ്റെ CD കിട്ടിയിരുന്നു. CDയും ഡോക്ടർ കൊടുത്തു. ഡോക്ടർ അത് പ്ലേ ചെയ്തു. ഞങ്ങളെല്ലാവരെയും, മകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മകളായിരുന്നു ഞങ്ങളുടെ കൂടെ. വൈഫും മകളും മരുമോനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരെയും ആ CD കാണിച്ചു. CD കാണിച്ചിട്ട് സാറ് അത് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ചെറിയൊരു മുഴ പോലെ കാണിക്കുന്നുണ്ട്, മാസ്. അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റോയ് ജോണാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞു. പെട്ടെന്നുള്ള ഇതിലായിരുന്നെങ്കിലും ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, സാറ് പറയുന്ന പോലെ ഡോക്ടർ റോയ് ജോണിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങളൊരു 15 മിനിറ്റ് വെളിയിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് 15 മിനിറ്റ് കൊണ്ട് തന്നെ ഡോക്ടർ റോയ് ജോൺ വിളിച്ചു. റൂമിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം സെയിം തന്നെ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് റൈറ്റ് കിഡ്നിയിൽ ചെറിയൊരു മുഴയുണ്ട്, അത് റിമൂവ് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ ഡോക്ടർ ബിജു സുകുമാരൻ പിള്ള സാറ് ആദ്യമേ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ലേറ്റസ്റ്റ് റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റോയ് ജോൺ ആണെന്നും, അപ്പോൾ അദ്ദേഹം ഇതെല്ലാം ക്ലിയറാക്കി തരുമെന്നും അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞു. അതുപ്രകാരമാണ് നമ്മൾ ഡോക്ടർ റോയിനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇപ്പോൾ ഇവിടെ റോബോട്ടിക് സർജറിയിലൂടെ നമുക്കിത് നീക്കം ചെയ്യാം, പെയിനോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല,
കീ ഹോൾ പോലെ ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെല്ലാം അഗ്രി ചെയ്തു. അങ്ങനെ 5-ാം തീയതി വൈഫിൻ്റെ കിഡ്നി സ്റ്റോൺ സർജറി ഡോക്ടർ ബിജു സുകുമാരൻപിള്ള സാർ ചെയ്തു. 6-ാം തീയതി എൻ്റെയും ഡോക്ടർ റോയ് ജോൺ റോബോട്ടിക് സർജറി ചെയ്തു. സർജറി എല്ലാം ഞാനൊന്നും അറിഞ്ഞില്ല, സത്യത്തിൽ എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്തു. എന്നിട്ട് അത് ഞങ്ങളെ എല്ലാവരെയും കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് അതിൻ്റെ അത് കഴിഞ്ഞ് 15-ാമത്തെ ദിവസം ആദ്യമായിട്ട് വന്നു. എല്ലാം എൻ്റെ സർജറി ചെയ്ത എല്ലാ ഭാഗവും മുറിവെല്ലാം ഉണങ്ങി വളരെ ക്ലിയറായി. സർജറി എല്ലാം വളരെ സക്സസ് ആയിരുന്നു. എല്ലാം എല്ലാവരുടെയും പ്രാർത്ഥനയും ദൈവത്തിൻ്റെ അനുഭവം കൊണ്ട് വിചാരിച്ചേക്കാൾ വളരെ ഭംഗിയായിട്ട് അത് ക്ലിയറായി ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ പേഷ്യൻ്റ് ഞാനും വൈഫും സത്യത്തിൽ ഇവിടെ ഒരേ റൂമിലായിരുന്നു. ഒരേ പേഷ്യൻ്റ് റൂം, 2 പേർക്ക് കിടക്കാവുന്ന പേഷ്യൻ്റ് റൂമിലായിരുന്നു. അതുകൊണ്ട് മകൾ ഒരാളെ അറ്റൻഡർ ആയിട്ട് ഉണ്ടായുള്ളൂ. എന്നാലും മരുമോനും മകളും, മകളെപ്പോഴും ഉണ്ടായിരുന്നു, മരുമകനും അവർ ഫാമിലിയൊക്കെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്തിരുന്നു. എല്ലാം വളരെ ക്ലിയറായി. റൂമിൽ നിന്നും ഡിസ്ചാർജ് 9-ാം തീയതി ഡിസ്ചാർജായി. ഞങ്ങൾ 2 പേരും ഒരേ ദിവസം തന്നെ ഡിസ്ചാർജ് ആയത്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫെല്ലാം വന്ന് ഒരു ചെറിയ ട്രീറ്റൊക്കെ തന്നിരുന്നു. അപ്പം ചുരുക്കത്തിൽ ഹോസ്പിറ്റലും ഡോക്ടേഴ്സും സ്റ്റാഫും ക്യാൻറ്റീനും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും തോന്നിയത്, എനിക്ക് പ്രത്യേകിച്ച്. കാരണം ഞാനിതൊന്നും പ്രതീക്ഷിച്ചല്ല ഇങ്ങോട്ട് വന്നതെങ്കിലും ഇവിടുത്തെ സിറ്റുവേഷനും ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റവും അവർ എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഇത് ചെയ്തത്. ഞാൻ അധികം ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റ് ആയിട്ടില്ല. പക്ഷേ ഇത് പെട്ടെന്നാണ് ഇങ്ങനൊരു ചെക്കപ്പിലൂടെ കണ്ടുപിടിച്ചതും അത് ദൈവാനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാൻ അതിന് എല്ലാം സഹായം ചെയ്ത ഹോസ്പിറ്റൽ സ്റ്റാഫ് എല്ലാവരോടും എനിക്കും ഫാമിലിക്കും വളരെ നന്ദിയുണ്ട്.